Good morning, children. Yesterday we had online class for English. കുറച്ച് കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിരുന്നില്ല. അതിനാലാണ് മിസ് ഇത് ഒന്നുകൂടെ ഇടുന്നത്. കാരണം അവർ ചിലരൊക്കെ മൊബൈലിലെടുത്ത് തന്നെ കാണിച്ച് അവരുടെ നാട്ടിലെ ഹെവി റെയിൻ, ഇടി എല്ലാം എന്നെ കേൾപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്തിടുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഈ റെക്കോർഡ് ക്ലാസ് കേട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇന്ന് മുതൽ ഇംഗ്ലീഷ് എടുക്കുന്ന മേഴ്സി മിസ്സാണ്. നമ്മൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല. ഓക്കെ, 3 യൂണിറ്റിലേ കഴിഞ്ഞിട്ടുള്ളൂ. 5 യൂണിറ്റ് വരെയും ക്രിസ്മസ് എക്സാമിനുള്ളതാണ്. അപ്പോൾ നമുക്ക് 4ഉം 5ഉം പഠിക്കേണ്ടതുള്ളതുകൊണ്ട് മിസ്സ് ടൈമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. മിസ്സ് തുടങ്ങുവാണ്. എല്ലാവരും നന്നായി ലിസൺ ചെയ്യണം. ഓക്കെ, ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തവരും അല്ലാത്തവരും എല്ലാവരും ലിസൺ ചെയ്യണം. ഓക്കെ, ഐ റീഡ് ഫോർ യു ദ മാജിക് റിംഗ്. ദാറ്റ് മീൻസ് എന്താണ്? മാന്ത്രിക മോതിരം. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ? ദെൻ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ആ പിക്ചർ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ പറ്റും? ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ സീ ഷോർ. ഇതൊരു കടൽ തീരത്തിൻ്റെ പിക്ചറാണ്. അവിടെ എന്തെല്ലാം ഉണ്ട്? ഇതൊരു ബ്യൂട്ടിഫുൾ പിക്ചറാണ്. പിന്നെ അവിടെ വി ക്യാൻ സി ദ സീ. അവിടെ നമുക്ക് കടൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് ബോട്ട്സുകൾ, ദെയർ ആർ സം ബോട്ട്സ് നിയർ ദ സീ. പിന്നെ എന്തുണ്ട്? എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ എ ബോട്ട്. ഒരു പക്ഷി ബോട്ടിൻ്റെ അറ്റത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ദെയർ ആർ ഹട്ട്സ് ആൻഡ് കോക്കനട്ട് ട്രീസ്. കുടിലുകളുണ്ട്, തെങ്ങുണ്ട്. പിന്നെ എന്തുണ്ട്? സം പീപ്പിൾ ആർ റിപ്പയറിങ് ദെയർ നെറ്റ്സ്. കുറച്ച് പേര് അവിടെയൊക്കെ ഇരുന്ന് അവരുടെ വല നെയ്യുന്നത് കാണാം. വല റിപ്പയർ ചെയ്യുന്നത് കാണാം. പൊട്ടിപ്പോയതൊക്കെ കൂട്ടി അണക്കുന്നത് കാണാം. ഒരു ആൺകുട്ടി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ദെയർ ഈസ് എ ബോയ്. അവൻ്റെ പേരെന്താണ്? നമ്മൾ ഈ കഥയിൽ അവൻ്റെ പേര് അബിൻ എന്നാണ്. ഹീസ് അബിൻ. ഇത് ആരുടെ വീടാണ്? ഇത് അബിൻ്റെ വീടാണ്. ദിസ് ഇസ് അബിൻസ് ഹൗസ്. അവൻ്റെ വീടാണ്. പിന്നെ അവൻ ആരുടെ കുട്ടിയാണ്? ഇവിടെ വല നെയ്തുകൊണ്ടിരിക്കുന്ന ആ മുക്കുവരുടെ കുട്ടിയാണ് അവന്. ആ ഫിഷർമാൻ്റെ കുട്ടിയാണ് അവന്. ആരൊക്കെയാണ് വീട്ടിൽ താമസിക്കുന്നത്? ഈ ഫിഷർമാൻ്റെ വൈഫും അബിനും കൂടെയാണ് വീട്ടിൽ താമസിക്കുന്നത്. ഓക്കെ, അവരെവിടെ താമസിക്കുന്നത്? ദേ ലിവ് ഇൻ സീഷോർ. ഓക്കെ, their house is at the seashore. So they live in the seashore ആണ്. അവർ കടൽ തീരത്താണ് താമസിക്കുന്നത്. കടൽ തീരത്തൊരു ഹട്ടിലാണ് ഈ ഫിഷർമാനും അബിനും അവൻ്റെ മമ്മിയൊക്കെ കൂടെയാണ് താമസിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ മക്കൾ. പേജ് നമ്പർ 71 എടുത്തോ. അറ്റ് ദ സീഷോർ. കടൽ തീരം. അറ്റ് ദ സീഷോർ. ഇനി കടൽ തീരത്തേക്ക് നമ്മൾ പോവാണ്. One morning, Abin went to the seashore with his father. Abin, sit here. I will be back soon. Abin's father sailed away in a small boat for fishing. Abin sat on the shore waiting for his father. Abin looked at the blue sea. He tried to count the boats. There were many. He began to dig a small pit in the sand. Waves came and filled it with water. മക്കൾ നോക്കിയേ. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, വൺ ഡേ മോർണിംഗ്, അബിൻ വെൻറ്റ് ദ സീഷോർ വിത്ത് ഹിസ് ഫാദർ. ഒരു ദിവസം രാവിലെ അബിൻ അവൻ്റെ പപ്പയുടെ കൂട്ടത്തിൽ കടൽ തീരത്ത് പോയി. അബിൻ സിറ്റ് ഹിയർ. അവൻ്റെ അച്ഛൻ പറഞ്ഞു, അബിൻ മോനെ കുട്ടപ്പ നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഐ വിൽ ബി ബാക്ക് സൂൺ. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. അബിൻസ് ഫാദർ സെയിൽഡ് അവേ ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ്. അവൻ്റെ പപ്പ ബോട്ട് തുഴഞ്ഞ് ദൂരേക്ക് പോയി, മീൻ പിടിക്കാൻ വേണ്ടി വളരെ ദൂരേക്ക് പോയി. അബിൻ സാറ്റ് ഓൺ ദ ഷോർ വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അബിൻ കടൽ തീരത്തിരുന്ന് പപ്പയും കാത്തുകൊണ്ട് അവൻ്റെ അച്ഛനെ കാത്ത് കടൽ തീരത്ത് അവൻ അവിടെ ഇരുന്നു. അബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ. അവന് നീലക്കടലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഹി ട്രൈഡ് ടു കൗണ്ട് ദ ബോട്ട്സ്. അവന് കടലിൽ കൂടെ ഇങ്ങനെ പോകുന്ന ബോട്ടുകളൊക്കെ എണ്ണാൻ നോക്കി. ദെയർ വെയർ മെനി. കുറേ ബോട്ടുകളിലേ പോകുന്നുണ്ട്. ഹി ബിഹാൻ ടു ഡിഗ് എ സ്മോൾ പിറ്റ് ഇൻ ദ സാൻഡ്. അവൻ്റെ ചെറിയ കുഴി ആ മണ്ണിൽ കുഴിക്കാൻ തുടങ്ങി. ആ മണലിൽ കടൽ തീർത്ത് തരിമണല്ലേ, ആ മണലിൽ അവന് ചെറിയ കുഴി കുഴിക്കാൻ തുടങ്ങി. എന്ത് പറ്റിയാ കുഴിക്കുക? വേവ്സ് കെയിം ആൻഡ് ഫിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ. തിരമാല വന്ന് ആ കുഴിയെല്ലാം വെള്ളം കൊണ്ട് നിറച്ചു. ഓക്കെ, അവൻ കുഴിച്ച കുഴിയെല്ലാം വെള്ളം കൊണ്ട് നിറച്ചു. തിരമാല വന്ന്
തിരമാല അതിൻ്റെ അകത്തെല്ലാം കയറി വെള്ളം നിറഞ്ഞവിടെ. ഓക്കെ, അവേഴ്സ് ഫാസ്റ്റ്, മണിക്കൂറുകൾ അങ്ങനെ കടന്നുപോയി. ദ ഫിഷിംഗ് ബോട്ട്സ് വെർ കമ്മിങ് ബാക്ക്, മീൻപിടുത്തക്കാരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. അവർ മീനുമായിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. ഹീ സോ ക്രോസ് ആൻഡ് കൈറ്റ്സ് ഫ്ലൈയിങ് ക്ലോസ് ടു ദ ബോട്ട്സ്, അവൻ കണ്ടു കാക്കകളും പരുന്തുകളും ഒക്കെ ബോട്ടുകളിൻ്റെ അടുത്തോട്ട് വളർന്നു വരുന്ന കണ്ടു. എന്തിനാണ്? ബോട്ടിൻ്റെ അകത്തൊക്കെ മീനുണ്ടത് കൊത്തിപ്പറിച്ച് തിന്നാനായിട്ട്. ദ ബോട്ട്സ് റീച്ച് ദ ഷോർ ആൻഡ് ഫിഷർമെൻ ഫിൽഡ് ദെയർ ബാസ്കറ്റ്സ് വിത്ത് ഫിഷ്, മീൻ പിടിക്കാൻ പോയ മുക്കുവരൊക്കെ മീൻപിടുത്തക്കാരൊക്കെ തിരിച്ചെത്തി. അവരവരുടെ പിന്നെ ബോട്ടിൽ നിന്ന് മീനൊക്കെ എടുത്ത് കുട്ടയിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി. ഒരു കുട്ടയിലോട്ട് നിറയ്ക്കാൻ തുടങ്ങി. വെൻ വിൽ മൈ ഫാദർ കം ബാക്ക്, അബിൻ വണ്ടേഡ്, അവനിങ്ങനെ അതിശയിച്ചു, എൻ്റെ പപ്പ എപ്പോഴാണ് വരിക, എൻ്റെ അച്ഛൻ എപ്പോഴാണ് വരിക, എല്ലാവരും എത്തിയില്ല, എൻ്റെ അച്ഛനെ മാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞ് അവന് ഭയങ്കര സങ്കടമായി. താഴെ ഒരു ചോദ്യം കൊടുത്തിരിക്കുകയാണ്, ഹാവ് യു എവർ ബീൻ ടു ദ സീഷോർ, നിങ്ങൾ ആരെങ്കിലും കടൽ തീരത്ത് പോയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഡിസ്ക്രൈബ് എനി ഓഫ് യുവർ വിസിറ്റ് ടു ദ സീഷോർ, നിങ്ങൾ പോയ ഒരു കടൽ തീരത്തെക്കുറിച്ച് വിവരിക്കുക. കടൽ തീരത്ത് ഇപ്പോൾ കണ്ട അബിൻ്റെ വീട് നമ്മൾ കണ്ടില്ല, അബിൻ്റെ കടൽ തീരത്തെ വീടിനെ കുറിച്ച് ആ പരിസരത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ കടൽ തീരത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ബീച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ അതെങ്ങനെയുള്ള ബീച്ചാണ്, എങ്ങനെ അവിടുത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നിങ്ങൾ അവിടെ എന്തൊക്കെ കണ്ടു, നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്തു ഉള്ള കാര്യങ്ങളൊക്കെ ഒരു 5 or 6 ലൈനിൽ നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, കടൽ തീരത്ത് പോയപ്പോൾ കണ്ട കാഴ്ചകൾ, അവിടെ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഒരു സീഷോറിലെ എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതണം. ഓക്കെ, ചെറിയ സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങളിത് പാഠം നന്നായി വായിക്കണം. ഓക്കെ, അബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ, അബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ, അവൻ നീലക്കടലിലേക്ക് നോക്കി. എ സ്മോൾ ബോട്ട് കെയിം റൈഡിങ് ഓൺ എ ബിഗ് വേവ്, അവൻ കണ്ട് ദൂരേക്ക് നോക്കിയപ്പോഴേക്കും ഒരു ചെറിയ ബോട്ട് കെയിം റൈഡിങ് ഓൺ എ ബിഗ് വേവ്, ആ തിരമാലയുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ ബോട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന അവൻ കണ്ടു. ഇറ്റ്സ് മൈ ഫാദേഴ്സ് ബോട്ട്, അബിൻ ജംപ്ഡ് വിത്ത് ജോയ്, അബിൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ബോട്ടാണത്. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദ ബോട്ട് കെയിം അഷോർ, ബോട്ട് എവിടെ എത്തി? കടൽ തീരത്തെത്തി. അബിൻ റാൻ ടുവാർഡ്സ് ദ ബോട്ട്, ദെയർ വാസ് എ ബിഗ് ഫിഷ് ഇൻ ദ ബോട്ട്, അവന് ബോട്ടിന് നേരെ ഓടിച്ചെന്ന് അവൻ കണ്ടു ബോട്ടിൻ്റെ അകത്തൊരു വലിയ മീൻ, ബോട്ടിൻ്റെ അകത്തൊരു വലിയ ബിഗ് ഫിഷ്, വൺ ഹ്യൂജ് ഫിഷ് ഈസ് ദെയർ ഇൻസൈഡ് ദ ബോട്ട്, അവൻ കണ്ടു. ദെയർ വാസ് എ ബിഗ് ഫിഷ് ഇൻ ദ ബോട്ട്, അതിൻ്റെ അകത്തൊരു വലിയ മീൻ ഇരിക്കുന്ന അവൻ കണ്ടു. ചത്തിട്ടൊന്നുമില്ല മീൻ കേട്ടോ, ജീവനുണ്ട് ആ മീനിന്. വാട്ട് എ ഹ്യൂജ് ഫിഷ്, എന്തൊരു വലിയ മീൻ, അവൻ പറയുവാണ്. ഹൗ ബ്യൂട്ടിഫുൾ, എന്ത് മനോഹരമാണ്. അബിൻ ട്രൈഡ് ടു ലിഫ്റ്റ് ദ ഫിഷ് വിത്ത് ബോത്ത് ഹിസ് ഹാൻഡ്സ്, അബിൻ ട്രൈഡ് ടു ലിഫ്റ്റ് ദ ഫിഷ് വിത്ത് ബോത്ത് ഹിസ് ഹാൻഡ്സ്, അവൻ രണ്ട് കൈയും കൊണ്ട് ആ മീനിനെ പൊക്കാൻ വേണ്ടി ശ്രമിച്ചു. വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദ മാർക്കറ്റ്, നമുക്ക് ഈ മീനിനെ കടയിൽ കൊണ്ടാകാം, മാർക്കറ്റിലേക്ക് എടുക്കാമെന്ന് അവന് അച്ഛനോട് പറഞ്ഞു. വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദ മാർക്കറ്റ്, വി വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്, ഫാദർ സെഡ് വിത്ത് എ ബ്രോഡ് സ്മൈൽ. ആരാ പറഞ്ഞ് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നത്? അച്ഛനാ പറഞ്ഞത്, അബിനല്ല കേട്ടോ പറഞ്ഞേ. അബിൻ്റെ പപ്പ പറഞ്ഞ് നമുക്ക് കടയിൽ കൊണ്ട് വിൽക്കാം, ഇത്രയും വലിയൊരു മീൻ കൊണ്ട് വിറ്റാൽ നമുക്ക് ഒത്തിരി പൈസ കിട്ടുമെന്ന്. ഇത്രയും വലിയൊരു മീൻ കടയിൽ കൊണ്ട് വിറ്റാൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടുമെന്ന് അബിൻ്റെ അച്ഛന് അവനോട് പറഞ്ഞു. വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദ മാർക്കറ്റ്, വി വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്, ഫാദർ സെഡ് വിത്ത് എ ബ്രോഡ് സ്മൈൽ. കണ്ട നല്ല ഉടർന്ന ചിരിയോടെ ഭയങ്കര സന്തോഷം കൊണ്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞു, നമുക്ക് മീൻ കൊണ്ട് വിറ്റാൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടുമെന്ന്, കൈ നിറയെ പണം കിട്ടും, നമുക്ക് കടയിൽ കൊണ്ട് വിൽക്കാമെന്ന് അബിൻ്റെ അച്ഛൻ അബിനോട് പറഞ്ഞു. ഈ വലിയ മീൻ വിറ്റാൽ നമുക്ക് ധാരാളം പണം കിട്ടുമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യ്, അച്ഛൻ പറഞ്ഞു, മോനെ നീ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് എ ബാസ്ക്കറ്റ്, ഞാൻ പോയി ഒരു കൊട്ട എടുത്തിട്ട് വരാം, കൊച്ചുവിടെ നിൽക്കുക, ഞാൻ ഒരു കൊട്ട എടുത്തിട്ട് വരാം. ഫാദർ സെഡ് ആൻഡ് വാക്ക്ഡ് അവേ, ഫാദർ അവനോട് പറഞ്ഞു, മോനോട് നിൽക്കുക, ഞാൻ പോയിട്ട് ഒരു വലിയ കൊട്ട എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആ ഫാദർ നേരെ വീട്ടിലേക്ക് പോയി. ചോദ്യം കണ്ടോ? വാട്ട് വാസ് അബിൻസ് ഫാദർ പ്ലാൻ, അബിൻ്റെ പപ്പയുടെ പ്ലാൻ എന്താണ്? ആ മീനെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക എന്നുള്ളത്, നല്ല വില കിട്ടും, അതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക അബിൻ്റെ പപ്പയുടെ പ്ലാൻ അല്ലേ? അബിൻസ് ഫാദർ പ്ലാൻ വാസ് ടു ടേക്ക് ദ ഫിഷ് ടു ദ മാർക്കറ്റ് ആൻഡ് സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്. അബിൻ്റെ ഫാദറിൻ്റെ പ്ലാൻ എന്താ? മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല വിലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ് അബിൻ്റെ പപ്പയുടെ പ്ലാന്. വൈ ഡിഡ് ഫാദർ വാക്ക് അവേ ലീവിങ് ദ ഫിഷ് വിത്ത് അബിന്?
അബിന് പപ്പ ഒരു കൊട്ട എടുക്കാൻ വേണ്ടി പോയതല്ലേ. ഹി വാണ്ടഡ് എ ബാസ്ക്കറ്റ് ടേക്ക് ദ ഫിഷ് ടു ദ മാർക്കറ്റ്. അബിൻസ് ഫാദറിന് ഒരു കൊട്ട വേണമായിരുന്നു, അതെടുക്കാൻ വേണ്ടിയാണ് അബിൻ്റെ പപ്പ വീട്ടിലേക്ക് പോയത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 73. ഓൾ ഓഫ് ഇറ്റ് ടേക്ക് നൗ എ റിലീഫ്, ഒരു മോചനം. റിലീഫ് മീൻസ് മോചനം. അബിൻ ലുക്ക്ഡ് അറ്റ് ദ ഫിഷ്. അബിൻ ഇങ്ങനെ മീനെ ശ്രദ്ധിച്ച് നോക്കി. ഇപ്പം അബിൻ്റെ കയ്യിലെ മീനുള്ള പപ്പ അവൻ്റെ അച്ഛന് വീട്ടിലേക്ക് പോയി കൊട്ട എടുക്കാൻ വേണ്ടി പോയി. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ ലാർജ് ഫിഷ് അലൈവ്. ഇത്രയും കാലത്തിനുള്ളിൽ ഇത്രയും വലിയൊരു മീൻ ജീവനോടെ അബിൻ കണ്ടിട്ടില്ല. ഇറ്റ് സിൽവർ ബെല്ലി ഗ്ലീംഡ് ഇൻ ദ സൺ. ഈ മീനിൻ്റെ ആ വെള്ളി പോലെ ഇങ്ങനെ വയറിൽ തൂവെള്ള കളറിലുള്ള വയറ് ഇങ്ങനെ സൂര്യപ്രകാശനം വെട്ടിത്തിളങ്ങുന്നു. സൂര്യപ്രകാശനെ പ്രകാശിച്ചിട്ടുണ്ട്. ആ മീനിൻ്റെ വെള്ള വയറ്, നല്ല വെള്ളി പോലെ വെളുത്ത വയറ് സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പുതിയ മീനാണ്, ഫ്രഷ് മീനല്ലേ. ഇറ്റ്സ് ഫിൻസ് ആൻഡ് ടെയിൽ വെയർ ബ്ലൂ. ഈ മീനിൻ്റെ ചിറകുകളും വാലും എങ്ങനെ ബ്ലൂ കളറാണ്. ഇറ്റ്സ് ഫിൻസ് ആൻഡ് ടെയിൽ വെയർ ബ്ലൂ. ഇതിൻ്റെ ചിറകും വാലും ഒക്കെ ബ്ലൂ കളറാണ്. ഇറ്റ് ഓപ്പൺ ഹിസ് മൗത്ത് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഇതിങ്ങനെ വാ പൊളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കൂടെ ഈ മീൻ ഇങ്ങനെ വാ പൊളിച്ചുകൊണ്ടിരിക്കും. വാ പൊളിക്കുന്നു, അടയ്ക്കുന്നു, വാ പൊളിക്കുന്നു, അടയ്ക്കുന്നു. ഇറ്റ് ട്വിസ്റ്റഡ് ആൻഡ് ടേൺ. മീനൊന്ന് പിടച്ചു അല്ലേ, ട്വിസ്റ്റ് ആൻഡ് ടേൺ. കാരണം പിടയ്ക്കാൻ തുടങ്ങിയത്, കയ്യിലിരുന്ന് പിടയ്ക്കാൻ തുടങ്ങി. കാരണം ഇതിന് ശ്വാസം കിട്ടുന്നില്ല. കാരണം മീൻ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വെള്ളത്തിലെ മീൻ ശ്വസിക്കാൻ പറ്റും, നമ്മളെ പോലെയല്ല. നമ്മൾ വെള്ളത്തിൽ കിടന്നാൽ ശ്വാസം കിട്ടാതെ ചത്തുപോകും. പക്ഷേ മീൻ എങ്ങനെയാണ്, മീൻ കരയിൽ വന്നാലാണ് ശ്വാസം കിട്ടാതെ മീൻ ചത്തുപോകുന്നത്. അബിൻ ഹെൽഡ് ഇറ്റ് ടൈറ്റ്. അബിൻ മുറുക്ക പിടിച്ചു. മീൻ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതുകൊണ്ട് അബിൻ ഹെൽഡ് ഇറ്റ് ടൈറ്റ്, മുറുക്ക പിടിച്ചു. ദ ഫിഷ് ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി അറ്റ് അബിൻ വിത്ത് ഇറ്റ്സ് പിങ്ക് ഐസ്. ഇത് നിസ്സഹായ അവസ്ഥയിൽ അബിനെ നോക്കി. ഈ മീന് അവൻ്റെ പിങ്ക് കണ്ണുകൾ കൊണ്ട് അബിനെ നോക്കി നിസ്സഹായ അവസ്ഥയിൽ. ഇറ്റ് വാസ് ഗ്യാസ്പിങ് ഫോർ ബ്രീത്ത്. അത് ശ്വാസം കിട്ടാതെ വീർപ്പിടും. അതിന് ശ്വാസം കിട്ടുന്നു, കാരണം വെള്ളത്തിലാണ് മീൻ ശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ശ്വാസമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പിടയ്ക്കുകയാണത്. പുവർ ഫിഷ്. അവൻ പറയും പുവർ ഫിഷ്, ഐ വിൽ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ. പുവർ ഫിഷ്, ഐ വിൽ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ. ഞാനിതിനെ വെള്ളത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അനുവദിക്കും. പുവർ ഫിഷ്, ഇറ്റ് വിൽ ഡൈ സൂൺ. പാവം മീൻ, ഇത് ഇപ്പം തന്നെ ചത്തുപോകും. ഇറ്റ് വിൽ ഡൈ സൂൺ. അബിൻ ഫെൽറ്റ് സാഡ്. അബിന് ഒത്തിരി ദുഃഖം തോന്നി. ഹി വോക്ക്ഡ് ടുവാർഡ്സ് ദ സീ. അവന് കടലിന് നേരെ നടന്നു. എ ഹ്യൂജ് വേവ് സെപ്റ്റ് അഗെയിൻസ്റ്റ് അബിൻസ് ഫീറ്റ്. ഒരു വലിയൊരു തിരമാല വന്ന് അവൻ്റെ കാൽപാദത്തിൽ നിന്നിങ്ങനെ അടിച്ചു. എ ഹ്യൂജ് വേവ് സെപ്റ്റ് അഗെയിൻസ്റ്റ് അബിൻസ് ഫീറ്റ്. സഡൻലി അബിൻ ലെറ്റ് ദ ഫിഷ് ഇൻ ടു ദ സീ. ഒരു വലിയ തിരമാല വന്നതിൻ്റെ കാലിൽ തട്ടി, കാലിങ്ങനെ തട്ടി. അപ്പോൾ അവന് വേഗം പെട്ടെന്ന് അവനെ മീനെ വെള്ളത്തിലേക്ക് വിട്ടു. സഡൻലി അബിൻ ലെറ്റ് ദ ഫിഷ് ഇൻ ടു ദ സീ. ആ വെള്ളത്തിൽ കൂടെ പോകാൻ അവനെ ആ മീനെ അനുവദിച്ചു. അനുവദിക്കുക. ദ ഫിഷ് ഹാപ്പിലി ഗ്ലൈഡഡ് ത്രൂ ദ വാട്ടർ വേവ്സ്. മീന് അതിൽ ധൃതിയിൽ ആ തിരമാലയിൽ കൂടെ എങ്ങനെ വഴുതി തെന്നിപ്പോയി. ദ ഫിഷ് ഹാപ്പിലി ഗ്ലൈഡഡ് ത്രൂ ദ വേവ്സ്. ആ തിരമാലയിൽ കൂടെ എങ്ങനെ മീന് വഴുതി അങ്ങ് പോയി, വെള്ളത്തിലേക്ക് പോയി, അങ്ങോട്ട് ആഴക്കടലിലേക്ക് പോയി. ഇറ്റ് വെൻ ഡൗൺ ഇൻ ടു ദ ഡീപ് ബ്ലൂ സീ ആൻഡ് ഡിസപ്പിയേർഡ്. ഇറ്റ് വെൻ ഡൗൺ ഇൻ ടു ദ ഡീപ് ബ്ലൂ സീ ആൻഡ് ഡിസപ്പിയേർഡ്. നീലക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് അത് പോയി മറിഞ്ഞു. ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷമായി. ഡിസപ്പിയേർഡ് മീൻസ് അപ്രത്യക്ഷമായി. ആഴങ്ങളിലേക്ക് പോയി, അത് അപ്രത്യക്ഷമായി. ഓക്കെ ചിൽഡ്രൻ, ഐ ആം ടേക്കിംഗ് അപ് ടു ഹിയർ ഓൺലി. വൈ ഡിഡ് അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ? എന്താണ് അബിൻ എന്തുകൊണ്ടാണ് മീനിനെ പോകാൻ അനുവദിച്ചത്? അബിന് മനസ്സിലായി ഇറ്റ് വാസ് ഗോയിങ് ടു ഡൈ. സോ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. അതുകൊണ്ട് അവന് സങ്കടം തോന്നി, അവനെ പോകാൻ അനുവദിച്ചു. അബിന് മനസ്സിൽ ചാകാൻ പോവുകയാണ്, പിന്നെ അതുകൊണ്ടാണ് അവനെ വിട്ടത്. ഹൗ വിൽ ഫാദർ റിയാക്ട്? അപ്പൻ്റെ എങ്ങനെ ഇത് ഫാദർ റിയാക്ട് ചെയ്യുമെന്നറിയാമോ? കാരണം പപ്പയ്ക്ക് വളരെ പ്രതീക്ഷയാണ്. ഹി ഹാഡ് സം പ്ലാൻ. എന്താണ്? ഹിസ് ഫാദർ വാണ്ട് ടു സെൽ ദ ഫിഷ് ഇൻ ടു ദ മാർക്കറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്. സോ he will get angry. Sure, he will get angry and he will scold him and beat him. So many things he will do for him, you know. Yes, sure, of course.
ഓക്കെ ചില ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ റീഡ് നൗ. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ഓൾറെഡി ഇതെല്ലാം എടുത്തതാണ്. വീണ്ടും കുറച്ച് പേർക്ക് കയറാൻ പറ്റാത്തവർ ഉദ്ദേശിച്ച് മാത്രം എടുക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ടൈം ഓൺവേഴ്സ് ഐ വിൽ നോട്ട് റിപ്പീറ്റ് ലൈക്ക് ദിസ്. ഓൺലൈൻ ക്ലാസ്സിൽ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിടത്തേ ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങനെ മിസ് എന്ന് വിടുമെന്ന് ആരും വിചാരിക്കേണ്ട, ഞാൻ ഇടുകയില്ല. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, ഹാവ് എ ഗുഡ് ഡേ.